ജാതി പൗരോഹിത്യവും മതപൗരോഹിത്യവും പ്രത്യയശാസ്ത്ര പൗരോഹിത്യവും പ്രാചീനമായിട്ടുള്ള കഥകളും പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് ആധുനികതയെ പുൽകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ പുറകോട്ട് വലിക്കുകയാണ്. നിങ്ങൾ ഒരു സമൂഹത്തോട് സംവദിക്കുന്നത് പഴങ്കഥകൾ പറഞ്ഞുകൊണ്ട്, അതും വേണ്ടാത്ത, നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മലബാറിൽ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് ഒരാൾ സംസാരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളുടനെ പറയും, നിങ്ങൾ എന്തിനാണ് ഇതിപ്പോൾ പറയുന്നത്? ഇത് അന്ന് അങ്ങനെ സംഭവിച്ചു, അത് ആളുകൾ അന്നത്തെ മതസ്പർദ്ധയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ അതൊന്നും ആവശ്യമില്ല. മറന്നും പുറത്തും മുന്നോട്ട് പോകുന്നൊരു സമൂഹമാണ്. അവിടെ ഇത്തരത്തിലുള്ള സഹായകരമല്ലാത്ത ചരിത്ര കാര്യങ്ങൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. ചരിത്രം അറിയുന്ന തെറ്റല്ല, ചരിത്രം അറിയണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വന്നത് ചിലപ്പം ലൂസിയുടെ പരമ്പരയിൽ നിന്നാണ് വന്നത്. ലൂസി ആസ്ട്രലോപിഥെക്കസ് അഫാറൻസിസ് മരത്തേന്ന് വീണ് കാലൊടിഞ്ഞു. ഇതൊക്കെ നമ്മുടെ സ്മൃതിപഥത്തിലും നമ്മുടെ ജ്ഞാനത്തിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് ശരിയാണ്. ചരിത്രം പഠിക്കുക തന്നെ വേണം. പക്ഷെ ചരിത്രം ഇന്നത്തെ സമൂഹത്തെ കറുപ്പിക്കാനും അതിനെ കൂടുതൽ ഇരുട്ടിലാഴ്ത്താനും ഭിന്നത ഉണ്ടാക്കാനും കാലുഷ്യം ഉണ്ടാക്കാനും ഉപയോഗിക്കരുത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന എല്ലാവരെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. എപ്പോഴും വിഭജനം തുണയ്ക്കുന്നത് വിഭജനത്തിന്റെ വക്താക്കളെയാണ്. അവർക്ക് നേട്ടം ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു അധികാരമായിരിക്കാം, ഒരു പ്രാതിനിധ്യമായിരിക്കാം, സാമ്പത്തിക നേട്ടമായിരിക്കാം, ഒരു പാർട്ടി ആയിരിക്കാം. അവരെന്തോ മുന്നിൽ കാണുന്നുണ്ട്. ജനങ്ങൾ ഒന്നിച്ചു കഴിയുന്ന അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഒന്നിച്ച് കഴിയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ പറയും, നിങ്ങൾ ഈ കാരണങ്ങളൊന്നും നോക്കരുത്, നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിലേക്ക് ഓടൂ, എന്നിട്ട് അവിടുന്ന് കുഴിച്ചെടുക്കൂ, എന്നിട്ട് പരസ്പരം അടിക്കൂ എന്ന് പറയും. ഇത് വളരെ റിഗ്രസീവ് പൊളിറ്റിക്സ് ആണ്.